ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കായ്ക്കറി ഇല്ലേ, നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് കായ്ക്ക് പകരം ചക്ക വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കായ്ക്കറി പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു പായസമാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് കാണാൻ പായസം പോലെ ആയാലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് കഴിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി പുഡിങ്ങുമാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത വരിക്കച്ചക്ക, ഓവറായിട്ട് പഴുത്ത് ഇങ്ങനെ ഉടഞ്ഞത് വേണ്ട, ഇതുപോലെ കട്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു 750 ഗ്രാം ഉണ്ട്. പിന്നെ 1 കപ്പ് കടലപ്പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് 2 കൊട്ട പാലാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് നേരിയരി ഇല്ലേ, ഈ കൈമ അരി, ജീരകശാല അരി, അതൊരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 2ാം പാലും 1ാം പാലും ആണ്. ഇതൊരു 3 തേങ്ങേൻ്റെ മാക്സിമം 1ാം പാലും എടുക്കുക, പിന്നെ 2ാം പാലും എടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് നട്ട്സ് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൽ നിന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഞാൻ പായസം ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നെയ്യ് അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഈ 2ാം പാല്, ഒരു 3 കപ്പ് 2ാം പാലുണ്ട്. ഇതിലേക്ക് ഈ അരി അരച്ചത് കൂടെ മിക്സ് ആക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ അരി പാനിലേക്ക് തേങ്ങാപ്പാലും എല്ലാം വേറെ വേറെ ഒഴിച്ചാൽ ചിലപ്പോൾ കട്ട കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇത് കൈയെടുക്കാതെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിങ്ങനെ ഒരു കട്ട പിടിക്കുന്നത് പോലെ ഉണ്ടാവും, പക്ഷെ അത് എല്ലാം നല്ലോണം ഇളക്കി അതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ എല്ലാം ശരിയായി കിട്ടും. ഇതുപോലെ ഒന്ന് കട്ട കെട്ടി വരുന്ന പോലെ ഉണ്ടാകുമ്പോൾ ഈ എടുത്ത് വെച്ച ഈ പാല് ചേർത്ത് കൊടുക്കുക. 2 കൊട്ട പാലാണ് ഇവിടെ ചേർത്തത്, 1 ലിറ്റർ. അത് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതവിടെ വെച്ചിട്ട് ചേർക്കാൻ നിൽക്കാൻ പാടില്ല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കട്ടകളെല്ലാം ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 750 ഗ്രാം ചക്കയിൽ നിന്ന് കുറയുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ കാണാതെ തിന്നുന്നുണ്ട്. പായസം ഇപ്പോൾ ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 കപ്പ് പാലുണ്ട്. 3 തേങ്ങയിൽ നിന്ന് മാക്സിമം 1ാം പാലെടുക്കുക, അങ്ങനെ കട്ടിയുള്ള പാലല്ല. അപ്പം മാക്സിമം 1ാം പാൽ 5 കപ്പും ഒരു 4 കപ്പ് 2ാം പാലും, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും, പക്ഷേ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കണം. അതുകൊണ്ടാണ് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ എടുത്ത് വെക്കണം. പായസം വെച്ചതിന് ശേഷം ഓരോന്ന് എടുക്കാൻ നിന്നാൽ ഇതിങ്ങനെ കട്ട കെട്ടും. അതുകൊണ്ടാണ് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് പിന്നെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 മുതൽ 3 കപ്പ് വരെ ചേർത്ത്. നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്, അപ്പം കുറച്ച് കയറി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതാണെങ്കിൽ ഒരു 2.5 കപ്പൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച 1 കപ്പ് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഫുള്ള് ചൂടായി വന്ന് തിളക്കാറാകാനായി. അപ്പം തന്നെ ഇതെല്ലാം വേവിച്ചതല്ലേ, അപ്പം പിന്നെ ഇനി വേവിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചക്ക ചേർത്ത് കൊടുക്കാം.
ചക്ക ഇനി വേവാനൊന്നുമില്ല, ഒന്നിങ്ങനെ ചൂട് കയറിയേ വേണ്ടു, അധികം വെന്ത് പോകാനൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് ചൂട് ഒരു തിള വരയേ വേണ്ടു. തിളക്കാറാകുമ്പോഴാണ് ഈ ചക്ക ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പായസം ഇപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ഇങ്ങനെ തിള വരുന്നുണ്ട്. ആ സമയത്ത് ഒരു ടീസ്പൂണ് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. തിളക്കാറാവുമ്പോൾ ഇതിപ്പോൾ ചെറിയ ചെറിയ തിള വന്നു തുടങ്ങി. ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നെയ്യിലൊന്ന് പൊരിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പിച്ചിട്ടെല്ലാം കഴിക്കുമ്പോൾ ഇതും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ പായസത്തിൽ ചേർത്തെടുക്കാം. ഇത് നന്നായി മിക്സാക്കിയെടുക്കാം. ആ നെയ്യോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സായി ഇതാ തിളയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചാൽ ഒരു ഉറച്ച പോലെ ഉണ്ടാവും. അപ്പം വിളമ്പുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തന്നെയാണ് കായ്ക്കറി ഉണ്ടാക്കുന്നത്. ചക്കക്ക് പകരം കായ് ഇടുന്നതേ ഉള്ളൂ. നേന്ത്രപ്പഴം ചെറിയ പീസായി കട്ടാക്കി ഇട്ടാൽ മതി. അപ്പം ഇതിനെന്തിനാ ഇങ്ങനെ കറി എന്ന് പറയുന്നതെന്ന് അറിയില്ല. അത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്, കായ്ക്കറി തന്നെയാണ് കണ്ണൂർ മലബാർ ഏരിയയിലെല്ലാം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. തണുപ്പോടെ കഴിക്കാനും ടേസ്റ്റാണ്, ഇങ്ങനെ കുറച്ച് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.